ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ പുരോഗമിക്കുന്നു. രാജ്യത്ത് നിലവിൽ 36 കോടി ടൺ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് പ്രശസ്ത എഴുത്തുകാരൻ രാംകുമാർ മുഖോപാധ്യായയുടെ ബംഗാളി നോവൽ ഹരപാർവതി കഥ അർഹമായി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആകാശവാണിയിൽ നാളെ മുതൽ പ്രഭാതത്തിൽ പ്രക്ഷേപണം ചെയ്യും. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഛത്തീസ്ഗഡിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇന്നലെ ലോക്സഭ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ മറുപടി നൽകി. 2025 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് ഭേദഗതി ബില്ലും ലോക്സഭ പരിഗണിച്ചു. ധനകാര്യ ബിൽ 2026 ലോക്സഭ ശബ്ദവോട്ടോടെ പാസാക്കി. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ ഇരുസഭകളും വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ യോഗം ചേരില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ധനബിൽ പാസാക്കൽ സുപ്രധാനമായതിനാൽ വാരാന്ത്യത്തിൽ ഇരുസഭകളും ചേരുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. നാളെ അവധിയായതിനാൽ പാർലമെന്റ് യോഗം ചേരില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ അമിത്ഷാ, എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും മുകുൾ വാസ്നിക്, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റ് സമുച്ചയത്തിലാണ് യോഗം. രാജ്യത്ത് നിലവിൽ 36 കോടി ടൺ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ നിരക്കിൽ വർധനവുണ്ടായിട്ടില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. വ്യാജ പ്രചാരണങ്ങളിൽ പരിഭ്രാന്തരാകരുതെന്നും അവർ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സാഹചര്യം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ശ്രീലങ്കൻ പ്രസിഡന്റുമായും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. സംഘർഷം ലഘൂകരിക്കുക, കപ്പൽ പാതകളുടെ സംരക്ഷണം, പ്രാദേശിക സമാധാനം, ഊർജ്ജ സുരക്ഷ എന്നിവയിലെ ഏകോപന പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ചയായതായും അദ്ദേഹം പറഞ്ഞു. Yesterday, our Prime Minister received a telephone call from the President of the United States. Prime Minister reiterated and put forth India's point of view, calling for de-escalation and restoration of peace at the earliest. He also underlined the importance of ensuring that the Strait of Hormuz remain open, secure and accessible, and also conveyed that it is vital for global peace, stability and economic well-being. Both leaders agreed to remain in touch regarding the ongoing efforts aimed at promoting peace and stability in the region. Prime Minister also yesterday received a call from the President of Sri Lanka. Both leaders reiterated the importance of keeping shipping lines open and secure in the interest of the global community. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US വാർ അണ്ടർ സെക്രട്ടറി എൽബ്രിഡ്ജ് കോൾബിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിലവിലെ ഭൌമ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇറാനുമായി സമാധാന ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇസ്ലാമാബാദിലെ ഇറാൻ അംബാസഡർ റെസ അമിരി മൊഗാദം. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് റെസ അമിരി മൊഗാദം പറഞ്ഞു. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സംബന്ധിച്ച വാർത്തകൾ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലിന്റെ പ്രതിനിധി ഡാനി ഡാനോൺ നേരത്തെ തള്ളിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ LPG ഉപഭോക്താക്കൾക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കരിഞ്ചന്ത, അധിക വില ഈടാക്കൽ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ ജില്ലകളിൽ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. LPG വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുൻഗണനാ മേഖലകളുടെ LPG ആവശ്യകത പൂർണ്ണമായും നിറവേറ്റും. അർദ്ധമുൻഗണനാ മേഖലകൾക്ക് പ്രത്യേക ഇളവ് നൽകി യഥാർത്ഥ ആവശ്യകതയുടെ 40% ലഭ്യമാക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും സംസ്ഥാനത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളെ അടക്കം എത്തിച്ചുള്ള പ്രചാരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടു പോവുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖർഗെ, സച്ചിൻ പൈലറ്റ് എന്നീ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന UDF റാലിയിൽ പങ്കെടുക്കുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 29-ന് തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VD സതീശൻ ഇന്ന് ഒറ്റപ്പാലത്ത് പ്രചാരണം നടത്തി. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നാളെ കോഴിക്കോട് റോഡ് ഷോയിൽ പങ്കെടുക്കും. ശക്തമായ പ്രചാരണമാണ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. കടുത്ത ചൂടിനെ അവഗണിച്ചും മികച്ച ജനപങ്കാളിത്തമാണ് പ്രചാരണ യോഗങ്ങളിൽ ദൃശ്യമാകുന്നത്. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 1759 പത്രികകൾ സ്വീകരിച്ചു. 356 എണ്ണം തള്ളി, 10 എണ്ണം പിൻവലിച്ചിട്ടുമുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കാതെ മാറ്റിവച്ചിരുന്നുവെങ്കിലും പിന്നീട് സ്വീകരിച്ചു. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 115 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കൊല്ലം ജില്ലയിൽ 69 സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ 112 പേരുടെ പത്രികയാണ് സ്വീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 113 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. കണ്ണൂർ ജില്ലയിൽ 88 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 29 സ്ഥാനാർത്ഥികൾ പുറത്തായി. കേരളത്തിനൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിലും പുതുച്ചേരിയിലും ഇന്നലെയായിരുന്നു സൂക്ഷ്മ പരിശോധന. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് എഴുത്തുകാരൻ രാംകുമാർ മുഖോപാധ്യായയുടെ ബംഗാളി നോവൽ ഹരപാർവതി കഥ തിരഞ്ഞെടുത്തു. 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശീയ ഗീതമായ വന്ദേമാതരം നാളെ രാവിലെ മുതൽ ആകാശവാണിയിൽ പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്യും. സ്വാതന്ത്ര്യാനന്തരം എന്നും രാവിലെ ആകാശവാണി സ്റ്റേഷനുകൾ വന്ദേമാതരത്തിന്റെ 2 ഭാഗം മാത്രമാണ് ഇതുവരെ പ്രക്ഷേപണം ചെയ്തിരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമീപകാല മാർഗനിർദ്ദേശം കണക്കിലെടുത്താണ് ദേശീയ ഗീതത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്ത ഹിന്ദി ക്ലാസിക്കൽ ഗായകൻ പണ്ഡിറ്റ് ചന്ദ്രശേഖർ വാസെ ആലപിച്ച പതിപ്പാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഛത്തീസ്ഗഡിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 3 വരെ നീളുന്ന ഗെയിംസിൽ അത്ലറ്റിക്സും നീന്തലും ഉൾപ്പെടെ 7 കായിക ഇനങ്ങളിലാണ് മത്സരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 3000-ലധികം ഗോത്രവർഗ അത്ലറ്റുകൾ ഗെയിംസിൽ പങ്കെടുക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ഈ വർഷത്തെ ശ്രീ സ്വാതി തിരുനാൾ സംഗീതോത്സവം നാളെ സമാപിക്കും. ഇന്ന് അശ്വതി തിരുനാൾ രാമവർമ്മയുടെ സംഗീത കച്ചേരി നടന്നു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് നേതാവ് പാപ്പ റാവു ഉൾപ്പെടെ 18 മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയവരിൽ 7 പേർ സ്ത്രീകളാണ്. മാവോയിസ്റ്റ് സംഘടനയുടെ സംസ്ഥാന സോണൽ കമ്മിറ്റി അംഗമായിരുന്ന പാപ്പ റാവുവിനെ പിടികൂടുന്നവർക്ക് നേരത്തെ 25 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ബസ്തർ മേഖലയിലെ ജഗ്ദൽപൂരിൽ മുതിർന്ന പോലീസ്, കേന്ദ്ര സായുധ പോലീസ് സേനാ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയാണ് സംഘം കീഴടങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ പുരോഗമിക്കുന്നു. രാജ്യത്ത് നിലവിൽ 36 കോടി ടൺ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാൻ ശേഷിയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 2025 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് പ്രശസ്ത എഴുത്തുകാരൻ രാംകുമാർ മുഖോപാധ്യായയുടെ ബംഗാളി നോവൽ ഹരപാർവതി കഥ അർഹമായി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആകാശവാണിയിൽ നാളെ മുതൽ പ്രഭാതത്തിൽ പ്രക്ഷേപണം ചെയ്യും. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഛത്തീസ്ഗഡിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.